കഴിഞ്ഞ ദിവസം സ്റ്റാറ്റിസ്റ്റിക് ക്ലസ്റ്ററിന് എറണാകുളം ജില്ലയിൽ 1ാം റാങ്ക് കിട്ടിയ പിങ്കി, 2ാം റാങ്ക് കിട്ടിയ അമല, രണ്ടുപേരുടെയും വീട് എറണാകുളത്താണ്. അവർ രണ്ടുപേരുടെയും വീട്ടുകളിൽ പോയി ഞങ്ങൾ അവരോട് കുറേ സംസാരിച്ചു. അപ്പോൾ പറഞ്ഞ കാര്യമുണ്ട്, രണ്ടുപേരും 1ാം റാങ്ക് 2ാം റാങ്കുമാണ്. അവർ ഒരു സബ്ജക്റ്റ് മാത്രമല്ല പഠിച്ചത്. സാധാരണ ഒരു കോമ്പിനേഷൻ ഉണ്ട്. കൊമേഴ്സുകാർ എക്കണോമിക്സ് പഠിക്കും, മാത്സുകാർ സ്റ്റാറ്റ് പഠിക്കും. ഇവർ അങ്ങനെ അല്ലായിരുന്നു. ഇവരെന്താണ്, 4 മൊഡ്യൂൾ 4 സബ്ജക്റ്റുകളും നന്നായിട്ട് പഠിച്ചു. എനിക്ക് നിങ്ങളോട് പറയാനുള്ള അതേതാണ്, നിങ്ങൾക്ക് 1ാം റാങ്ക് വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ, പിങ്കിയെ പോലെ 1ാം റാങ്ക് വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ, അമലയെ പോലെ 2ാം റാങ്ക് വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? എക്കണോമിക്സ് പഠിക്കണം, മാത്സ് പഠിക്കണം, സ്റ്റാറ്റ് പഠിക്കണം, കൊമേഴ്സ് പഠിക്കണം. മാത്രവുമല്ല, സ്റ്റാറ്റിസ്റ്റിക് ക്ലസ്റ്റർ പരീക്ഷ കഴിഞ്ഞു. അതേ കണക്ക് റിസർച്ച് അസിസ്റ്റന്റ് പരീക്ഷ വരാൻ വേണ്ടി പോവുകയാണ്. ഈ 2 പരീക്ഷയുടെ ലോങ് ടൈം ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഇപ്പോൾ പഠിച്ചുള്ള ഗുണം എന്താണ്? വലിയ ടെൻഷൻ ഒന്നും ഇല്ലാതെ റിലാക്സ് ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പോൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. പിങ്കിയെ പോലെ അമലയെ പോലെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉയർന്ന റാങ്ക് വാങ്ങാൻ പറ്റും, ജോലി നേടാൻ പറ്റും. ഓക്കെ, താങ്ക് യു.